അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 2 ഡയറി മിൽക്കും ഓറിയോ ബിസ്ക്കറ്റും കൊണ്ട് എങ്ങനെ നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 ഡയറി മിൽക്കും ഒരു ഓറിയോ ബിസ്ക്കറ്റിന്റെ പാക്കറ്റും പിന്നെ ഷോർട്സിന്റെ ഒരു പാക്കറ്റുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഷോർട്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഡയറി മിൽക്കും ബ്രെഡും ഓറിയോയും കൊണ്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. ആ ബ്രൗൺ കളറ് 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പം ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുക. ഞാനിവിടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 5 എണ്ണം മാത്രമേ ഞാനിതിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ക്രീം മാറ്റി വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബിസ്ക്കറ്റിൻ്റെ 2 സൈഡിലുള്ള നടുക്കുള്ള ക്രീം മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ക്രീം മാത്രം മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ബിസ്ക്കറ്റ് നമുക്ക് അത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ബിസ്ക്കറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തു. ബിസ്ക്കറ്റ് വേറെ ക്രീം വേറെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി ബിസ്ക്കറ്റ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് ഒരു 2 അടി അടിച്ചപ്പോഴത്തേക്കും നന്നായിട്ട് പൊടിഞ്ഞു വന്നു. കണ്ടോ, ഓറിയോ പൗഡർ ആയി കിട്ടി. അപ്പോൾ ജാറിൽ നിന്ന് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഓറിയോ പൗഡർ നമുക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റി വെച്ച ക്രീം എടുക്കുക. അതിൽ നമുക്ക് മിക്സ് ചെയ്യാനുണ്ട്. ഒരു 2 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക ക്രീമിലോട്ട്. 2 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക ക്രീമിലോട്ട്. അതിനുശേഷം മിൽക്ക് പൗഡർ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് പൗഡർ 2 ടീസ്പൂണ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്പൂണാണ് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. രണ്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അത് നല്ലതുപോലെ ഒരു സോളിഡ് ഫോമിലായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ക്രീം ഇങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു 3-4 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ക്രീമി ടെക്സ്ചറായി വരും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 ഡയറി മിൽക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് എടുക്കുകയാണ്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാക്കോട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാക്കൊന്നും പൊട്ടിച്ചിട്ടില്ല.
പാക്ക് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആയിപ്പോവും, വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് കളയും. അതുകൊണ്ട് ഞാനിവിടെ പാക്കൊന്നും പൊട്ടിക്കാതെ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനതെടുത്ത് പൊട്ടിച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറി മിൽക്കും ഓറിയോയും കൊണ്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്ത് വെച്ച ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഒരെണ്ണം അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ്, ഷുഗർ സിറപ്പ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഡയറി മിൽക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? നല്ലതുപോലെ ഇവിടെ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഒരെണ്ണം അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ്, ഷുഗർ സിറപ്പ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഡയറി മിൽക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? നല്ലതുപോലെ ഇവിടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ ബ്രെഡ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ, ബ്രെഡിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ബ്രെഡിൻ്റെ മുകളിലായിട്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 5 ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ഓരോന്നും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിലായിട്ട് നമുക്ക് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ഞാനിവിടെ 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലേക്കാണ് ഞാനിവിടെ ചോക്ലേറ്റ് പുരട്ടി കൊടുക്കുന്നത്. നല്ലതുപോലെ പുരട്ടി കൊടുക്കുക ചോക്ലേറ്റ്. കണ്ടോ? അപ്പം ഞാനിവിടെ 4 സൈഡും ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഓറിയോ പൗഡർ ഇല്ലേ, മിക്സിയിൽ അടിച്ചു വെച്ച ഓറിയോ പൗഡർ സൈഡിലായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. കണ്ടോ? ഓറിയോ പൗഡർ സൈഡിൽ നമ്മൾ മതിലിൽ സിമന്റൊക്കെ പൂശത്തില്ലേ, അതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. കണ്ടോ? സൈഡിലായിട്ട് ബ്രെഡിന്റെ 4 സൈഡിലായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. കണ്ടില്ലേ? കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റുകളാണ് എല്ലാം. ഓറിയോ ബിസ്ക്കറ്റ് ആയാലും ഡയറി മിൽക്ക് ആയാലും അതുപോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന ഷോർട്ട്സ് ആയാലും ബ്രെഡ് ആയാലും ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലേ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ക്രീമി ടെക്സ്ചറാക്കി വെച്ചില്ലേ, അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓറിയോ ബിസ്ക്കറ്റിന്റെ അകത്തിരുന്നെടുത്ത ആ ഒരു ക്രീം നമ്മൾ മിൽക്ക് പൗഡറും മിൽക്കും കൂടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. മേളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ. കണ്ടോ? ഞാനിവിടെ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത ഓറിയോ പൗഡർ ഇല്ലേ, അതൊന്ന് സൈഡിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ, ബ്രെഡിന്റെ ഏറ്റവും മുകളിലായിട്ട് 4 സൈഡും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 സൈഡും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓറിയോ പൗഡർ കൊണ്ട്. ഞാൻ 4 സൈഡ് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോർട്സിന്റെ മുട്ടായില്ലേ, ഷോർട്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഷോർട്സിന്റെ മുട്ടായി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 3 എണ്ണം ഞാൻ എടുത്ത് നടുക്ക് വെച്ച് കൊടുക്കുകയാണ് ബ്രെഡിന്റെ. കണ്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് അത് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇവിടെ ഡയറി മിൽക്കും ഓറിയോ ബിസ്ക്കറ്റും കൊണ്ടുള്ള കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കത് ഫൈനൽ ലുക്കിലേക്ക് പോകാം. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തേക്കാണ്. കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.